ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് തലപ്പത്ത് വൻ അഴിച്ചുപണി. കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറിയായി പ്രിയങ്ക ഗാന്ധി സജീവ രാഷ്ട്രീയത്തിലേക്ക്. കെ.സി. വേണുഗോപാലിനെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി നിർണായക പദവിയിൽ നിയമിച്ചു. ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് പടിഞ്ഞാറൻ യുപിയുടെ ചുമതലയും നൽകി. കോൺഗ്രസിന് തിരിച്ചടിയേൽക്കുമ്പോഴൊക്കെ നേതാക്കളിൽ നിന്നും പാർട്ടി പ്രവർത്തകരിൽ നിന്നും ഉയരുന്ന ആവശ്യത്തിന് വിരാമമിട്ടാണ് പ്രിയങ്ക ഗാന്ധിയുടെ സജീവ രാഷ്ട്രീയ പ്രവേശം. പാർട്ടിയുടെ നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ചർച്ചകളിൽ പ്രിയങ്ക ഉണ്ടായിരുന്നെങ്കിലും സംഘടനാ ചുമതലകൾ ഇല്ലായിരുന്നു. കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായാണ് പ്രിയങ്കയുടെ വരവ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരാണസി, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ മണ്ഡലമായ ഗോരഖ്പൂർ എന്നിവ ഉൾപ്പെട്ട മേഖലയാണിത്. ഉത്തർപ്രദേശിൽ മഹാസഖ്യത്തെയും ബിജെപിയെയും വീഴ്ത്തി പാർട്ടിയെ വിജയിപ്പിച്ചെടുക്കുക എന്ന ദൌത്യമാണ് പ്രിയങ്കയ്ക്ക്. കോൺഗ്രസ് ഉറച്ച ചൂടുമായി മുന്നോട്ടെന്ന സന്ദേശമാണ് തീരുമാനം പ്രഖ്യാപിച്ച ശേഷം രാഹുൽ ഗാന്ധി നൽകിയത്. चाहे प्रियंका हो, चाहे ज्योतिरादित्य हो, और इन दोनों युवा नेताओं से हम उत्तर प्रदेश की राजनीति को बदलना चाहते हैं. मुझमें पूरा भरोसा है कि प्रियंका और ज्योतिरादित्य काम करेंगे. വിദേശത്തുള്ള പ്രിയങ്ക തിരിച്ചെത്തിയ ശേഷം ഫെബ്രുവരി ആദ്യവാരം ചുമതലയേൽക്കും. ഉത്തർപ്രദേശിൽ രാഹുലിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന്റെ ഭാഗമായാണ് ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് പടിഞ്ഞാറൻ യുപിയുടെ ചുമതല നൽകിയത്. യുപിയുടെ ചുമതലയുണ്ടായിരുന്ന ഗുലാം നബി ആസാദിനെ ഹരിയാനയിലേക്ക് മാറ്റുകയും ചെയ്തു. കർണാടകയിൽ പാർട്ടിയെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റിയ കെ.സി. വേണുഗോപാലിന് പ്രവർത്തന മികവിനുള്ള അംഗീകാരമായി സംഘടനാ ചുമതല. ഇതോടെ കോൺഗ്രസ് ദേശീയ നേതൃനിരയിൽ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രബല നേതാവായി കെ.സി. വേണുഗോപാൽ. എം. ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. 47ാം പിറന്നാളിന് തൊട്ടു പിന്നാലെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ സജീവ രാഷ്ട്രീയ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. പല തെരഞ്ഞെടുപ്പുകളുടെയും അണിയറയിൽ പ്രവർത്തിച്ച പ്രിയങ്കയ്ക്ക് പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ അടവുകൾ അപരിചിതമല്ല. അപ്രതീക്ഷിതമല്ല. രാഷ്ട്രീയ ആരവങ്ങളിൽ എന്നുമുണ്ടായിരുന്നു പ്രിയങ്ക എന്ന പേര്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ സജീവമായിരുന്നു. അടുത്തിടെ രാജസ്ഥാൻ, മധ്യപ്രദേശ് മുഖ്യമന്ത്രി പദ തർക്കങ്ങൾ പരിഹരിക്കുന്നതിലും പ്രിയങ്ക നിർണായക പങ്കുവഹിച്ചു. അനാരോഗ്യത്തെ തുടർന്ന് സോണിയാഗാന്ധി പിന്മാറിയ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ആ ഒഴിവ് നികത്താൻ പ്രിയങ്ക വന്നേ മതിയാകൂ എന്നത് രാഹുൽ ഗാന്ധിയുടെ കൂടി തീരുമാനമാണ്. चाहे प्रियंका हो, चाहे ज्योतिरादित्य हो, और इन दोनों युवा नेताओं से हम उत्तर प्रदेश की राजनीति को बदलना चाहते हैं. പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ വാൾപ്പയറ്റുകൾ ഒട്ടും അപരിചിതമല്ല സഹോദരിക്കെന്ന് രാഹുലിനറിയാം. 56ന്റെ നെഞ്ചളവല്ല, ജനമനസ്സറിയാനുള്ള ഹൃദയമാണ് വേണ്ടതെന്നാണ് 2014 പ്രിയങ്ക മോദിക്ക് നൽകിയ മറുപടി. ഡൽഹിയിലെ ജീസസ് മേരി കോളേജിൽ പ്രിയങ്കയുടെ ബിരുദാനന്തര ബിരുദം ബുദ്ധ തത്വചിന്തയിലായിരുന്നു. താൻ ബുദ്ധമത അനുയായിയാവുകയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരിക്കൽ. 1997 വ്യവസായിയായ റോബർട്ട് വാദ്രയുമായുള്ള വിവാഹം. 2 മക്കൾ, റൈഹാനും മിറായയും. റായ്ബറേലിയിലെ കോൺഗ്രസുകാർ വർഷങ്ങളായി വിളിക്കുകയാണ് മത്സരിക്കാൻ. ഇത്തവണ പ്രിയങ്ക എത്തുമെന്നാണ് ഈ രാഷ്ട്രീയ പ്രഖ്യാപനം നൽകുന്ന സൂചന. ഇപ്പോൾ പ്രിയങ്ക ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പേര് അന്യായങ്ങൾക്കെതിരെ. അടുത്ത മാസം പുസ്തകമിറങ്ങും. അതിനൊപ്പം കിഴക്കൻ ഉത്തർപ്രദേശിന്റെ സംഘടനാ ചുമതലയിലേക്ക് പ്രിയങ്ക കടക്കുകയും ചെയ്യും. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. രാഹുൽ ഗാന്ധി തന്നെ ഏൽപ്പിച്ചത് ഭാരിച്ച ചുമതലയെന്ന് കെ.സി. വേണുഗോപാൽ. സംഘടനയെ ബൂത്ത് തലത്തിൽ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. സ്ഥാനാർത്ഥി നിർണയം താഴെത്തട്ടിൽ അഭിപ്രായം തേടി നടത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്നതിൽ പാർട്ടി അധ്യക്ഷൻ തീരുമാനമെടുക്കും. പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനവും അനുസരിക്കുമെന്നും കെ.സി. വേണുഗോപാൽ ന്യൂസ് 18നോട് പറഞ്ഞു. സംഘടനാ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറിയായി നിയമിതനായ കെ.സി. വേണുഗോപാൽ ഇപ്പോൾ ന്യൂസ് 18നോടൊപ്പം ചേരുകയാണ്. നിർണായകമായ പദവിയിലേക്ക് എത്തിയതിനെ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ചാരിതാർത്ഥ്യമുണ്ട്. കോൺഗ്രസ് പ്രസിഡന്റ് ഇത്രയും ഒരു ഉത്തരവാദിത്തമുള്ള ചുമതല നൽകാൻ ഉള്ള വിശ്വാസം എന്നിലുണ്ട് എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന്റെ വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് ഇനി എൻ്റെ മുന്നിലുള്ളത്. പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇത് പാർട്ടി പ്രവർത്തകരെല്ലാം ഇന്ത്യയിൽ ഒട്ടാകെ അവർക്ക് ആവേശം പകരും. യുപിയിലെ പാർട്ടിക്ക് കൂടുതൽ കരുത്തും ആവേശവും പകരും. ഉത്തർപ്രദേശിൽ ഇതോടുകൂടി പാർട്ടിക്ക് പൂർണ്ണമായും ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ. ചില കാരണങ്ങൾ കൊണ്ടും ചില പ്രാദേശികമായ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ് നമുക്ക് അത് ബുദ്ധിമുട്ടായത്. അത് പരിഹരിക്കാൻ തക്കവണ്ണമുള്ള നേതൃപാഠവുമുള്ള ഒരു പ്രിയങ്കാജിയും ജ്യോതിരാദിത്യ സിന്ധ്യയും, പ്രത്യേകിച്ച് ജ്യോതിരാദിത്യ സിന്ധ്യ അതുപോലെ ഒരു ഡൈനാമിക് യങ് ലീഡറാണ്. 2 പേരെയാണ് യുപിയിലേക്ക് ചുമതലപ്പെടുത്തുന്നത്. അപ്പോൾ യുപി പൊളിറ്റിക്സിനെ കോൺഗ്രസ് ഏറ്റവും സീരിയസ് ആയിട്ട് കാണുന്നുള്ളതിൻ്റെ തെളിവാണ് അത്. ഒരു തലമുറ മാറ്റത്തിന്റെ കൂടി കൃത്യമായ സൂചനയാണ്.
തലമുറ മാറ്റമൊന്നുമില്ലല്ലോ. ഇതിനകത്ത് കൃത്യമായിട്ടും കോൺഗ്രസ് എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നു എന്നുള്ള സൂചന മാത്രമേ ഉള്ളൂ. കർണാടകയിൽ താങ്കൾക്ക് മുന്നിൽ വലിയ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ പോലും താങ്കളത് വളരെ ഭംഗിയായി നിർവഹിച്ചതിൻ്റെ കൂടി ഒരു അംഗീകാരമായിട്ടാണ് ഈ ഒരു പദവി ലബ്ധിയെ കാണുന്നത്. ഭാരിച്ച ഉത്തരവാദിത്വമാണ്. പക്ഷേ ആ ഉത്തരവാദിത്വം നമുക്ക് തന്നു. അത് കർണാടകത്തിൻ്റെ ചുമതല പോലെ തന്നെ മറ്റൊരു ചുമതല. ആ രീതിയിലേ ഞാൻ കാണുന്നുള്ളൂ. ആലപ്പുഴയിൽ മത്സരിക്കുമോ? ഇനി എന്താണ് അതിൻ്റെ ഭാവി പരിപാടികളെന്നത്? അല്ല, അത് തീരുമാനിക്കേണ്ടത് പാർട്ടിയിൽ പ്രസിഡന്റ് തന്നെയാണ്. ഏതായാലും അർപ്പിതമായ ചുമതല അതിന്റെ എല്ലാ കഴിവുകളോടും കൂടി ചെയ്യുമെന്ന് തന്നെയാണ്, നിറവേറ്റാൻ ശ്രമിക്കുമെന്ന് തന്നെയാണ് കെ സി വേണുഗോപാൽ വ്യക്തമാക്കുന്നത്. ഡൽഹിയിൽ നിന്നും ക്യാമറമാൻ ബിനു ബേസിലിനൊപ്പം എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. പ്രിയങ്കയുടെ വരവോടെ കോൺഗ്രസ് കുടുംബ കമ്പനിയായി മാറിയെന്ന് ബിജെപി. രാഹുൽ ഗാന്ധി പരാജയമാണ് എന്നതിന്റെ തെളിവാണ് പ്രിയങ്കയുടെ വരവെന്നും ബിജെപി നേതാവ് ജെ പി നദ്ദ കുറ്റപ്പെടുത്തി. കൈ കൊടുക്കുമോ ഉമ്മൻചാണ്ടി? ഉമ്മൻചാണ്ടിയെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാൻ കെപിസിസിയിൽ ധാരണ. ഉമ്മൻചാണ്ടി മത്സരിക്കണമെന്നാണ് പൊതു അഭിപ്രായമെന്ന് കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി ഏത് സീറ്റിൽ മത്സരിച്ചാലും ജയിക്കുമെന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. ഇടുക്കിയിൽ മത്സരിച്ചാൽ സ്വാഗതം ചെയ്യുമെന്ന് പി ജെ ജോസഫും പ്രഖ്യാപിച്ചു. ഉമ്മൻചാണ്ടിയുടെ ഉള്ളിലിരിപ്പ് ഇതുവരെ പുറത്തുവന്നില്ലെങ്കിലും സംസ്ഥാന നേതൃത്വം ഒരു മുഴം നീട്ടിയെറിഞ്ഞു കഴിഞ്ഞു. ഉമ്മൻചാണ്ടി എവിടെ മത്സരിക്കാൻ തയ്യാറായാലും കോൺഗ്രസ് മാത്രമല്ല ഐക്യജനാധിപത്യ കക്ഷി അദ്ദേഹം തിരികെയും നീട്ടി ആ നിയോജകമണ്ഡലത്തിലേക്ക് അദ്ദേഹത്തിന് വരവേൽപ്പ് നൽകും. ഉമ്മൻചാണ്ടി സ്ഥാനാർത്ഥിയാകുന്നത് 20 മണ്ഡലങ്ങളിലും മുന്നണിക്ക് ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. എല്ലാ മണ്ഡലങ്ങളിലെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഏകദേശ ധാരണയായെന്നും കെപിസിസി അധ്യക്ഷൻ പറഞ്ഞു. മുല്ലപ്പള്ളിയുടെ വാക്കുകൾ പാർട്ടി തീരുമാനമാണെന്ന് സ്ഥിരീകരിക്കുന്നതായിരുന്നു ഹൈക്കമാൻഡുമായി നേരത്തെ ചർച്ച നടത്തിയ കെ മുരളീധരന്റെ വാക്കുകൾ. അദ്ദേഹമാണ് മത്സരിക്കണോ വേണ്ടതെന്ന് ആദ്യം തീരുമാനിക്കേണ്ടത്. അദ്ദേഹത്തിന് മത്സരിക്കണം എന്നുള്ള നിർദ്ദേശം ആണ് ഹൈക്കമാൻഡ് നൽകുന്നത്. അത് വളരെ കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ സന്തോഷമാണ്. എന്നാൽ ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടതെന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായ UDF കൺവീനർ ബെന്നി ബെഹനാന്റെ പ്രതികരണം. ഉമ്മൻചാണ്ടി പാർലമെന്റിലേക്ക് മത്സരിക്കണമോ വേണ്ടയോ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ഉമ്മൻചാണ്ടി ഇടുക്കിയിൽ മത്സരിച്ചാൽ പിന്തുണയ്ക്കുമെന്ന് കേരള കോൺഗ്രസ് നേതാവ് പി ജെ ജോസഫും പ്രഖ്യാപിച്ചു. ഇടുക്കി പോലുള്ള സീറ്റിൽ ഉമ്മൻചാണ്ടി മത്സരിക്കുന്ന അഭിപ്രായം അവിടെ ധാരാളമായി ഉയർന്നു വന്നിട്ടുണ്ട്. പുള്ളി മത്സരിക്കുന്നത് ഞാനും സ്വാഗതം ചെയ്യുന്നു. KM മാണി കോട്ടയത്തിന് പുറമെ ഇടുക്കിക്ക് വേണ്ടി കൂടി സമ്മർദ്ദം ചെലുത്തുന്നതിനിടെയാണ് ജോസഫിന്റെ പ്രതികരണം. മത്സരത്തിനില്ലെന്നാണ് നേരത്തെ ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നത്. എന്നാൽ ഹൈക്കമാൻഡ് തറപ്പിച്ചു പറഞ്ഞാൽ ഉമ്മൻചാണ്ടി കളത്തിലിറങ്ങുമെന്ന് തന്നെയാണ് സൂചന. മണ്ഡലം കോട്ടയമോ ഇടുക്കിയോ എന്നാണ് അറിയാനുള്ളത്. അതോ ആന്റണിയുടെ പത്തനംതിട്ടയോ? പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. അങ്ങനെയെങ്കിൽ എങ്ങനെ? കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ കോൺഗ്രസ് വീണ്ടും ഉമ്മൻചാണ്ടിയിലേക്ക് തന്നെ തിരിഞ്ഞിരിക്കുന്നു. കെപിസിസി പ്രസിഡന്റിന്റെ പ്രഖ്യാപനം വ്യക്തമാക്കുന്നത് ഇതുകൂടിയാണ്. ഉമ്മൻചാണ്ടി മത്സരിച്ചാലും ഇല്ലെങ്കിലും ശബരിമല വിഷയത്തിലടക്കം പിന്നോട്ടു പോയ കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ സജീവമാകാൻ ഈ പ്രഖ്യാപനം സഹായിക്കും. കെപിസിസി നിർദ്ദേശിച്ചാൽ ഉമ്മൻചാണ്ടി മത്സരിക്കുന്നതിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് തടസ്സം നിൽക്കുകയും ഇല്ല. ഉമ്മൻചാണ്ടി മത്സരിക്കുമോ? മത്സരിച്ചാൽ ഏതു മണ്ഡലം? കോൺഗ്രസിൽ മാത്രമല്ല ഈ ചോദ്യങ്ങൾ ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. പ്രതിയോഗികളും ഇതേ ചോദ്യം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ഉമ്മൻചാണ്ടി മത്സരിച്ചാലും ഇല്ലെങ്കിലും ഈ ചർച്ച തന്നെയാണ് കോൺഗ്രസ് ആദ്യം ലക്ഷ്യമിട്ടത്. ഉമ്മൻചാണ്ടി മത്സരിക്കണോ എന്നത് ആദ്യം ചർച്ച ചെയ്യേണ്ടിയിരുന്നത് KPCCയിലാണ്, പിന്നാലെ AICC തലത്തിലും. എന്നാൽ ഈ രണ്ട് തലത്തിലും ഇത്തരമൊരു ചർച്ച ഔദ്യോഗികമായി ഉണ്ടായിട്ടില്ല. അതിനു മുമ്പാണ് KPCC പ്രസിഡന്റ് ഈ ആഗ്രഹം പരസ്യമായി പ്രഖ്യാപിച്ചത്. ഉമ്മൻചാണ്ടി മത്സരിക്കണമെന്ന ചർച്ച KPCCയിൽ നിന്ന് തുടങ്ങിയാൽ അതിന് ഇപ്പോൾ ലഭിക്കുന്ന ഊർജ്ജവും സ്വീകാര്യതയും ഉണ്ടാകുമായിരുന്നില്ല. സീറ്റ് മോഹികളായ യുവപ്രതിഭകളെങ്കിലും ഇതിനെതിരെ പരസ്യമായി എത്താനും ഇടയുണ്ടായിരുന്നു. KPCC പ്രസിഡന്റിന്റെ ആഗ്രഹ പ്രഖ്യാപനത്തിലൂടെ ഇത് മറികടക്കാനായി. ഇനി അറിയേണ്ടത് ഉമ്മൻചാണ്ടിയുടെ നിലപാടാണ്. അത് തുടക്കത്തിൽ അനുകൂലമാകാൻ സാധ്യതയില്ല. ഹൈക്കമാൻഡിന്റെ ഇടപെടലാകും ഒടുവിൽ തീരുമാനമുണ്ടാകുക. പക്ഷേ ഏത് മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന കാര്യത്തിൽ കൂടി തീരുമാനമായ ശേഷമേ അതുണ്ടാകൂ. കോട്ടയമായിരുന്നു ആദ്യം പറഞ്ഞു കേട്ടത്. വിട്ടുനൽകില്ലെന്ന് കേരള കോൺഗ്രസ് എം നിലപാടെടുത്തിട്ടുണ്ടെങ്കിലും സ്ഥാനാർത്ഥി ഉമ്മൻചാണ്ടിയാണെങ്കിൽ ഇടുക്കിയുമായി വച്ചുമാറുക തന്നെ ചെയ്യും. AICC ജനറൽ സെക്രട്ടറിയായ ശേഷവും സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ തുടരുന്ന ഉമ്മൻചാണ്ടി ഹൈക്കമാൻഡ് സമ്മർദ്ദത്തിന് വഴങ്ങി ഡൽഹി രാഷ്ട്രീയത്തിലേക്ക് ചൂടുമാറ്റാൻ തയ്യാറാകുമോ എന്നത് മാത്രമാണ് ഇനി അറിയേണ്ടത്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. ഉമ്മൻചാണ്ടിയുടെ സ്ഥാനാർത്ഥിത്വത്തെപ്പറ്റി അഭിപ്രായം പറയാനില്ലെന്ന് മുസ്ലിം ലീഗ്. അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസാണ്. മുസ്ലിം ലീഗിന് 3ാം സീറ്റ് ലഭിക്കുന്നതിനെക്കുറിച്ച് ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല.
ലീഗിന് പറയാനുള്ള കാര്യങ്ങൾ UDF യോഗത്തിൽ പറയുമെന്നും കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു. BJP അധ്യക്ഷൻ അമിത്ഷാ ഡൽഹിയിലേക്ക് മടങ്ങിയതോടെ പശ്ചിമ ബംഗാളിലെ BJP റാലിക്ക് മങ്ങലേറ്റു. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം അമിത്ഷാ മടങ്ങിയതിനാൽ ഇന്നത്തെ റാലി റദ്ദാക്കി. നാളത്തെ റാലിയും അനിശ്ചിതത്വത്തിലായി. ഹെലികോപ്റ്ററിന് അനുമതി നിഷേധിച്ചതിനാലാണ് അമിത്ഷാ മടങ്ങിയതെന്ന് വാർത്തയുണ്ടെങ്കിലും BJP നേതൃത്വം ഇത് തള്ളി. മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ബംഗാളിൽ നടന്ന പ്രതിപക്ഷ ഐക്യ റാലിക്ക് അതേ തട്ടകത്തിൽ മറുപടി നൽകാനാണ് ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ നേതൃത്വത്തിൽ BJP റാലികൾ സംഘടിപ്പിച്ചത്. ആദ്യ റാലിയിൽ ഇന്നലെ അമിത്ഷാ സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പനി ബാധിച്ചതിനെ തുടർന്ന് വൈകുന്നേരം തന്നെ അദ്ദേഹം ഡൽഹിക്ക് മടങ്ങി. ഇതേ തുടർന്ന് ഇന്ന് നടത്താനിരുന്ന റാലി റദ്ദാക്കി. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി BJPയുടെ രഥയാത്രയ്ക്ക് മമതാ സർക്കാർ നേരത്തെ അനുമതി നിഷേധിച്ചിരുന്നു. ഇതിനെതിരെ BJP സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. അമിത്ഷായുടെ ഹെലികോപ്റ്ററിന് മാൾട്ടയിലിറങ്ങാൻ ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചതും വിവാദമായിരുന്നു. ജാർഗ്രാമിലെ സമ്മേളന സ്ഥലത്ത് ഹെലികോപ്റ്റർ ഇറക്കുന്നതിന് ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചിരുന്നു. ഇതാണ് അമിത്ഷാ മടങ്ങാൻ കാരണമെന്ന് വാർത്തയുണ്ടെങ്കിലും ഈ പ്രചാരണം ശരിയല്ലെന്നും അസുഖം മൂലമാണ് അമിത്ഷാ മടങ്ങിയതെന്നും പാർട്ടി വിശദീകരിച്ചു. പ്രധാനമന്ത്രിയെപ്പോലെ തന്നെ ക്രൗഡ് പുള്ളറായ അമിത്ഷായുടെ അഭാവം ജനപങ്കാളിത്തത്തെ ബാധിച്ചേക്കുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ. ഈ മാസം ജനുവരി 28, 31, ഫെബ്രുവരി 8 തീയതികളിൽ പ്രധാനമന്ത്രി നടത്താനിരുന്ന പര്യടനവും പാർട്ടി റദ്ദാക്കിയിരുന്നു. ന്യൂസ് 18 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുമായി സഖ്യമുണ്ടാക്കാനില്ലെന്ന് ശിവസേന. തെരഞ്ഞെടുപ്പിന് ശേഷം ഗഡ്കരിയെ പ്രധാനമന്ത്രിയാക്കുമെങ്കിൽ BJPക്ക് പിന്തുണ നൽകുമെന്നും സേന പറഞ്ഞു. ഉത്തർപ്രദേശിൽ BJPക്കെതിരെ 25 സീറ്റുകളിൽ ശിവസേന മത്സരിക്കാനും തീരുമാനമായി. ഏറെ നാളായി NDAയുമായി ഇടഞ്ഞു നിൽക്കുന്ന ശിവസേന മോദിക്ക് പകരം നിതിൻ ഗഡ്കരിയെ നേതാവായി ഉയർത്തിക്കാട്ടി BJPയെ വീണ്ടും വെല്ലുവിളിക്കുകയാണ്. റഫാൽ, നോട്ട് നിരോധനം, രാമക്ഷേത്രം തുടങ്ങിയ വിഷയങ്ങളിൽ മോദി സർക്കാരിനെതിരെ ശിവസേന വിമതസ്വരത്തിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. ഇതിനു പിന്നാലെയാണ് BJPയുമായി സഖ്യത്തിന് ഇല്ലെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് വ്യക്തമാക്കിയത്. BJP സ്വന്തം കാര്യം മാത്രം നോക്കുന്നതുകൊണ്ട് ശിവസേനയും സ്വന്തം കാര്യമേ നോക്കുന്നുള്ളൂ. എന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷം ഗഡ്കരിയെ പ്രധാനമന്ത്രിയാക്കുകയാണെങ്കിൽ BJPക്ക് പിന്തുണ നൽകുമെന്നും റാവത്ത് പറഞ്ഞു. പരാജയത്തിന്റെ ഉത്തരവാദിത്വം നേതാക്കൾ ഏറ്റെടുക്കണം എന്നടക്കമുള്ള ഗഡ്കരിയുടെ സമീപകാല പ്രസ്താവനകൾ BJPയെ പ്രതിരോധത്തിൽ ആക്കിയിരുന്നു. ഗഡ്കരിയെ പ്രധാനമന്ത്രിയാക്കാനുള്ള പദ്ധതി RSSനുണ്ടോ എന്ന ചർച്ചകളും സജീവമാണ്. എന്നാൽ BJP ദേശീയ കൗൺസിൽ യോഗത്തിൽ ഗഡ്കരി തന്നെ മോദിയെ വീണ്ടും പ്രധാനമന്ത്രിയാക്കാൻ പ്രവർത്തകർ പ്രതിജ്ഞയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് 18 ഡൽഹി. KSRTCക്ക് സുപ്രീം കോടതിയുടെ വിമർശനം. മാനേജ്മെന്റിന്റെ പിടിപ്പുകേട് ജീവനക്കാർ എന്തിന് സഹിക്കണമെന്ന് കോടതി. എംപാനൽ നിയമനം നടത്തുന്നത് എന്തിനെന്നും KSRTCയോട് സുപ്രീം കോടതി ചോദിച്ചു. M ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി. ഉണ്ണി, വീണ്ടും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും KSRTCക്കെതിരെ വിമർശനം ഉണ്ടായിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? KSRTC പെൻഷനുമായി ബന്ധപ്പെട്ട കേസിലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്ന് വലിയ വിമർശനം ഉണ്ടായിരിക്കുന്നത്. താൽക്കാലികമായി സേവനമനുഷ്ഠിച്ച ജീവനക്കാർ സ്ഥിരപ്പെടുമ്പോൾ അവരുടെ പെൻഷൻ കണക്കാക്കുമ്പോൾ താൽക്കാലിക സേവനത്തിന്റെ സമയം പരിഗണിക്കേണ്ടതുണ്ടോ എന്നായിരുന്നു കോടതിക്ക് മുന്നിലുള്ള തർക്ക വിഷയം. KSRTC പറഞ്ഞത് അങ്ങനെ ആ കാലയളവ് കൂടി പെൻഷൻ നൽകുന്നതിനായി കണക്കിലെടുക്കുകയാണെങ്കിൽ വലിയ നഷ്ടം വഹിക്കേണ്ടി വരും KSRTCക്ക് എന്നുള്ളതാണ്. 4200 കോടിയുടെ ബാധ്യത KSRTCക്ക് ഉണ്ട് എന്നും അഭിഭാഷകർ അറിയിച്ചു. ആ ഒരു ഘട്ടത്തിലാണ് സുപ്രീം കോടതി KSRTCയെ വിമർശിച്ചത്. മാനേജ്മെന്റിന്റെ പിടിപ്പുകേടിന് ജീവനക്കാർ എന്തിനെ സഹിക്കണം, കോർപ്പറേഷൻ നഷ്ടത്തിലാകുന്നതിനുള്ള കാരണം എന്താണ്, എംപാനൽ നിയമനം നടത്തുന്നത് എന്തിനാണെന്നും കോടതി ചോദിക്കുകയുണ്ടായി. KSRTC സംസ്ഥാന സർക്കാരിനെ ഈ കേസിൽ കക്ഷിയേർക്കണമെന്ന് പറഞ്ഞിരുന്നു. സർക്കാരിനെ കക്ഷിയേർക്കണമെന്ന ആവശ്യം ഹൈക്കോടതിയിൽ ഇല്ലായിരുന്നല്ലോ എന്നാണ് സുപ്രീം കോടതി ചോദിച്ചത്. ഏതായാലും ഈ ആവശ്യം അംഗീകരിച്ചിട്ടുണ്ട്. സർക്കാരിന് മറുപടി നൽകാനായി 2 ആഴ്ചത്തെ സമയമാണ് നൽകിയിരിക്കുന്നത്. M ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. മനുഷ്യക്കടത്തിലെ തെളിവുകൾ തേടി. മുനമ്പം മനുഷ്യക്കടത്ത് കേസിലെ മുഖ്യ ആസൂത്രകർ താമസിച്ചിരുന്നത് കൊടുങ്ങല്ലൂരിൽ. ശ്രീകാന്തൻ, ഷെൽവം, പ്രഭു എന്നിവർ താമസിച്ച ആഡംബര ഹോട്ടലിലെയും ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിന്റെയും ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. മനുഷ്യക്കടത്തിലെ പ്രധാന കണ്ണികളായ ശ്രീകാന്തനും ശെൽവവും പ്രഭുവും ഒരുമിച്ച് ആഡംബര ഹോട്ടലിൽ താമസിക്കുന്നതിന്റെയും കൊടുങ്ങല്ലൂർ നഗരത്തിലൂടെ കാറിൽ പോകുന്നതിന്റെയും ദൃശ്യങ്ങളാണിത്. ജനുവരി 7-നാണ് ഇവർ കൊടുങ്ങല്ലൂരിലെ ഹോട്ടലിൽ മുറിയെടുക്കുന്നത്. 2 ദിവസങ്ങൾക്ക് ശേഷം പ്രഭുവിനെ മുറിയിൽ കണ്ട ഹോട്ടൽ അധികൃതർ 3 പേർക്ക് ഒരേ മുറിയിൽ താമസിക്കാനാവില്ലെന്ന് അറിയിച്ചു. തുടർന്ന് പ്രഭു മറ്റൊരു റൂമിലേക്ക് മാറി.
ഇടയ്ക്ക് ഹോട്ടൽ ജീവനക്കാരോട് മദ്യം ചോദിച്ചു. ശ്രീകാന്തനും ശെൽവവും പ്രഭുവും കൊടുങ്ങല്ലൂരിൽ ഭൂമി വാങ്ങാൻ ശ്രമിച്ചിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചു. ശെൽവന്റെ മകന്റെ പേരിലുള്ള i20 കാറിലായിരുന്നു ഇവരുടെ യാത്ര. ശ്രീകാന്തിന് ഡ്രൈവിംഗ് അറിയാത്തതിനാൽ ശെൽവമാണ് കാർ ഓടിച്ചിരുന്നത്. ഈ മാസം 12-ന് പുലർച്ചെ ഒരു സ്ത്രീയോടൊപ്പമാണ് ശ്രീകാന്തനും ശെൽവവും മടങ്ങിയത്. അഡ്രസ് പ്രൂഫ് നൽകാതെ സ്ത്രീയെ മുറിയിലേക്ക് പ്രവേശിപ്പിക്കാൻ ഹോട്ടൽ ജീവനക്കാർ തയ്യാറായില്ല. തുടർന്ന് ബാഗുകളെടുത്ത് ഇവർ സ്ഥലം വിട്ടു. ശെൽവനോടൊപ്പം കണ്ട സ്ത്രീയുടെ പങ്കും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സുവി വിശ്വനാഥൻ, ന്യൂസ് 18, തൃശൂർ. മുനമ്പത്ത് നിന്നും ന്യൂസിലൻഡിലേക്ക് ആളുകളെ കൊണ്ടുപോയത് മനുഷ്യക്കടത്താണ് എന്നതിന് തെളിവില്ലെന്ന് പോലീസ്. ഫോർട്ട് കൊച്ചി കോടതിയിൽ സമർപ്പിച്ച എഫ്ഐആറിലാണ് പോലീസ് ഇക്കാര്യം പറയുന്നത്. സംഘത്തിൽ 6 ദിവസം പ്രായമുള്ള നവജാത ശിശു അടക്കം 22 കുട്ടികളുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. വടക്കേക്കര SI ഫോർട്ട് കൊച്ചി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് നൽകിയ എഫ്ഐആറിന്റെ പകർപ്പാണിത്. മനുഷ്യക്കടത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് എഫ്ഐആർ വ്യക്തമാക്കുന്നു. എഫ്ഐആർ നൽകി 10 ദിവസം കഴിഞ്ഞെങ്കിലും മനുഷ്യക്കടത്തിന് വ്യക്തമായ തെളിവ് ലഭിക്കാത്തതാണ് IPC 370 വകുപ്പ് കൂട്ടിച്ചേർക്കാത്തതിന് കാരണം. മാലിങ്കരയിൽ നിന്ന് സംശയകരമായി 12 ബാഗുകൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ CRPC 120 മാത്രമാണ് എഫ്ഐആറിൽ ചുമത്തിയിരിക്കുന്നത്. അതായത് കുറ്റകൃത്യത്തിന് ഉപയോഗിച്ചേക്കാവുന്ന വസ്തുക്കൾ കണ്ടെത്തിയെന്ന് മാത്രം. കേസിൽ പിടിയിലായവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ലെന്നും അന്വേഷണ സംഘം അറിയിച്ചു. ബന്ധുക്കളോ മറ്റാരെങ്കിലുമോ ഇതുവരെ പരാതി നൽകിയിട്ടില്ല. ബോട്ട് കണ്ടെത്താനോ പ്രതികളെ പിടികൂടാനോ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ മനുഷ്യക്കടത്തിന് വ്യക്തമായ തെളിവില്ല എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ചെന്നൈയിൽ നിന്നും ദില്ലിയിൽ നിന്നുള്ളവരാണ് ബോട്ടിലുള്ളതെന്നും ഡൽഹിയിൽ നിന്നുള്ളവരുടെ വിവരങ്ങൾ ലഭിച്ചെന്നും അന്വേഷണ സംഘം അറിയിച്ചു. അതേസമയം എത്ര പേർ പോയി എന്നത് സംബന്ധിച്ച് അവ്യക്തത തുടരുകയാണ്. പിടിയിലായവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ആളുകളെ തിരിച്ചറിയുന്നത്. ഇതനുസരിച്ച് 80 പേരുടെ പട്ടിക പോലീസ് തയ്യാറാക്കി. ബോട്ടിലുള്ളവരുടെ സംഘത്തിൽ 6 ദിവസം പ്രായമുള്ള നവജാത ശിശു അടക്കം 22 കുട്ടികൾ ഉണ്ട്. ശ്രീലങ്കൻ അഭയാർത്ഥികളും തമിഴ്നാട്ടുകാരുമാണ് സംഘത്തിലുള്ളത്. മനുഷ്യക്കടത്ത് നടന്നു എന്ന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചാൽ എഫ്ഐആറിലെ വകുപ്പുകൾ മാറ്റുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. എന്നാൽ എഫ്ഐആർ സമർപ്പിച്ച് 10 ദിവസം കഴിഞ്ഞിട്ടും ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ തെളിവുകൾ ലഭ്യമാക്കാത്തത് പോലീസിനെ കുഴക്കുന്നുണ്ട്. CN പ്രകാശ്, ന്യൂസ് 18, കൊച്ചി. ഇടതുമുന്നണി സീറ്റ് വിഭജനം പൂർത്തിയാകുമ്പോൾ CPIക്ക് 4 സീറ്റുണ്ടാകുമെന്ന് കാനം രാജേന്ദ്രൻ. എല്ലാ കാലത്തും ജനകീയ സമരങ്ങൾക്കൊപ്പം നിന്ന ചരിത്രമാണ് പാർട്ടിക്കുള്ളത്. അയ്യപ്പ സംഗമത്തിലെ അമൃതാനന്ദമയിയുടെ അഭിപ്രായ പ്രകടനം വ്യക്തിപരമെന്നും കാനം കൊല്ലത്ത് പറഞ്ഞു. പ്രളയാനന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സർക്കാർ പരാജയമെന്ന പ്രതിപക്ഷ ആരോപണം ബജറ്റോടെ അവസാനിക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ കൃത്യമായ ചിത്രം ബജറ്റിലുണ്ടാകും. പ്രളയത്തിൽ തകർന്ന പ്രദേശങ്ങളുടെ പുനർനിർമ്മാണ പ്രോജക്ടുകൾ ബജറ്റിൽ പ്രഖ്യാപിക്കും. പ്രളയ പഞ്ചായത്തുകൾക്ക് മാത്രം പ്രത്യേക ഫണ്ട് മാറ്റിവെക്കും. പുനർനിർമ്മാണത്തിന് 4200 കോടി രൂപ മാറ്റിവെക്കേണ്ടി വരുമെന്നാണ് കരുതുന്നതെന്നും ധനമന്ത്രി തോമസ് ഐസക് ന്യൂസ് 18നോട് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞാൽ കേരളത്തിലെ ബഡ്ജറ്റ് വരുന്നുണ്ട്. അതോടുകൂടി ഈ വിമർശനങ്ങളെല്ലാം തീരും. കൃത്യമായിട്ട് ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എന്തെല്ലാം കൊടുത്തു, ഇനി എത്ര കൊടുക്കാൻ ബാക്കിയുണ്ട് എന്നുള്ളതിന്റെ കണക്കുണ്ടാവും. അപ്പൊ എല്ലാവർക്കും ബോധ്യപ്പെടും. പക്ഷെ അത് മാത്രമല്ല, ഈ റീബിൽഡ് കേരള എങ്ങനെയാണ് ഒരു പുതിയ കേരളത്തിലേക്ക് നമ്മൾ നീങ്ങാൻ പോകുന്നത്, അതിന്റെ മുഖ്യ പ്രൊജക്റ്റുകൾ എന്താണ്, അതൊക്കെ നമ്മുടെ ബഡ്ജറ്റിൽ അനാവരണം ചെയ്യപ്പെടാൻ പോയത്. സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലിന് വീണ്ടും സഭയുടെ കാരണം കാണിക്കൽ നോട്ടീസ്. മുൻപ് നൽകിയ നോട്ടീസിന് മറുപടി നൽകിയില്ലെന്നും സുപ്പീരിയർ ജനറലിനെ അവഗണിച്ചെന്നുമാണ് പുതിയ നോട്ടീസിൽ കൂടുതലായി ചേർത്ത കുറ്റങ്ങൾ. തൃപ്തികരമായ വിശദീകരണം നൽകിയില്ലെങ്കിൽ നടപടികളിലേക്ക് കടക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. വിജിലൻസിന്റെ പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടായേക്കും. പരിശോധനയുടെ വിശദവിവരങ്ങൾ ആവശ്യപ്പെട്ട് DGP ലോക്നാഥ് ബെഹ്റ വിജിലൻസ് ഡയറക്ടറോട് റിപ്പോർട്ട് തേടി. ഓപ്പറേഷൻ തണ്ടർ എന്ന് പേരിട്ട പരിശോധന ഇന്നും തുടരുകയാണ്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. നോവൽ വിഭാഗത്തിൽ BJ ജെയിംസിന്റെ നിരീശ്വരന് പുരസ്കാരം ലഭിച്ചു. വൈമനം ജോണിന്റെ ഇതര ചരാചരങ്ങളുടെ ചരിത്ര പുസ്തകത്തിനാണ് ചെറുകഥാ പുരസ്കാരം. വീരാൻകുട്ടിയുടെ മിണ്ടാപ്രാണി എന്ന കവിതയും പുരസ്കാരത്തിന് അർഹമായി.